ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാസിലേറിയോഫൈറ്റ അല്ലെങ്കിൽ ബാസിലേറിയോഫൈസിയ എന്ന് പറയുന്ന അടുത്ത ഒരു ക്ലാസ് ആണ് ആൽഗയിലെ ആഫ്റ്റർ സാന്തോഫൈസിയ. ഓക്കെ, ബാസിലേറിയോഫൈസിയ എന്ന് പറയുന്നത് വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ആൽഗൽ മെമ്പർ ആണ്. പക്ഷെ എന്താ പറയുക, സ്പീഷീസുകൾ വളരെ കുറവേ ഉള്ളൂ കമ്പാരിറ്റീവ് ടു ക്ലോറോഫൈസിയ. പക്ഷെ ഒരു ബാസിലേറിയോഫൈസിയനെ നമുക്ക് കാണണമെങ്കിൽ ഒരു ഡ്രോപ്ലെറ്റ് ഓഫ് വാട്ടറിൽ വി ക്യാൻ സീ തൗസൻഡ്സ് ഓഫ് ബാസിലേറിയോഫൈസിയൻ മെമ്പേഴ്സ്. ബിക്കോസ് അവര് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പ്ലാന്റ് സിസ്റ്റം ആണ് അവർക്കുള്ളത്. വളരെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് സിസ്റ്റം ആണ് അവർക്ക്. അപ്പോൾ അത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ ബാസിലേറിയോഫൈസിയൻ മെമ്പർ നമ്മൾ ഒരു ഗ്രൂപ്പിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല പല സ്ട്രക്ചറുകളിലും പല പല ഒരു എന്താ പറയുക ഫോംസിലും ഷേപ്പിലും ഒക്കെ ആയിരിക്കും അവർ കാണുക. നമ്മളിപ്പോൾ ഒരു രീതിയിലായിരിക്കത്തില്ല ബാസിലേറിയോഫൈസിയ കാണുന്നത്. ഡിഫറെന്റ് സ്ട്രക്ചർ ആൻഡ് ഷേപ്സ് ആൻഡ് സൈസസിലായിരിക്കും ബാസിലേറിയോഫൈസിയ കാണപ്പെടുക. ഇത് റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ബാസിലേറിയോഫൈസിയൻ മെമ്പർ ആണ്. ഇത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ബാസിലേറിയോഫൈസിയൻ മെമ്പർ ആണ്. ബാസിലേറിയോഫൈസിയനെ നമ്മൾ കോമൺ ആയിട്ട് ഡയാറ്റംസ് എന്ന് പറയും. ഈ ഡയാറ്റംസ് നമുക്ക് സീയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കാണുന്നത് കാണാം. ചിലപ്പോൾ സീ ഷോർസിലൊക്കെ നമുക്ക് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നതും കാണാം along with the sand. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടമായി കിടക്കുമ്പോഴത്തേക്കും അത് ആക്ച്വലി നമ്മൾ ഈ വൈറ്റ് കളറായിട്ട് കാണുന്നത് ഡയാറ്റംസിന്റെ കോളനിയാണ്. ഒരു കോളനീന്റെ ഒരു ഡ്രോപ്പ് എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സി മില്യൺസ് ഓഫ് ഡയാറ്റം സെൽസ്. They are unicellular structures. അങ്ങനെ ഒരുപാട് thousands and millions and billions of diatom cells can be seen in a milligram of powder. ഡയറ്റം പൗഡർ വൈറ്റ് കളർ പൗഡർ ആയിട്ടായിരിക്കും കാണുന്നത്. അതിങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് ഒരു പോപ്പുലേഷൻ ആയിട്ട് നമുക്ക് കുന്നുകൂടി കിടക്കും. ഇറ്റ്സ് വെരി എക്കണോമിക്കലി വാല്യൂ ഉള്ള ഒരു ആൽഗയാണ് ഡയാറ്റംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വാർണിഷസ്, പെയിന്റ്സ്, തിന്നേഴ്സ് ആയിട്ടും പിന്നീട് ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, സിമെന്റിന് പകരമാക്കി ആക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ക്വാളിറ്റി ആൻഡ് പർപ്പസ് ഉള്ളതാണ് ഡയാറ്റംസ്. സോ അത് ബൾക്കി ആയിട്ട് ഇതിനെ ഹാർവെസ്റ്റിംഗ് ചെയ്യപ്പെടും. ഇങ്ങനെയാണ് ഡയറ്റം കാണുന്നത്. ഡയറ്റമീഷ്യസ് എർത്ത് എന്നിനെ പറയുന്നു. ഇറ്റ് കംസ് അറ്റ് ഒരു ഡെഡ് ആയിട്ടുള്ള ഡയറ്റംസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഓൾസോ ദി ലിവിംഗ് തിങ്സ്. ഗ്രൂപ്പ് ഓഫ് ഡയറ്റംസ് ഇങ്ങനെയായിരിക്കും കാണപ്പെടുക. വി ക്യാൻ സീ ദാറ്റ് ഡിഫറെന്റ് സൈസസ് ആൻഡ് ഷേപ്പ് ആണ് ഇത് കാണുന്നത്. റൗണ്ട് ആയിട്ട് കാണുന്നു, ഇലോങ്ങേറ്റഡ് ആയിട്ട് കാണുന്നു, വേവി ആയിട്ട് കാണുന്നു, സ്റ്റാർ ഷേപ്പിൽ കാണുന്നു. അങ്ങനെ പല ഷേപ്പ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് ഡയറ്റംസ് കാണുന്നത്. ഇത് ആക്ച്വൽ റെപ്രസെന്റേഷൻ ആണ്, പിക്ചർ റെപ്രസെന്റേഷൻ ഓഫ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. So we can see freshwater diatoms and marine diatoms. നമുക്ക് രണ്ടും ഒരുമിച്ച് കാണാൻ പറ്റും. Mostly we can see them floating on the surface of the water. സീയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വാട്ടറിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. സോ ദാറ്റ് മച്ച് ലാർജ് ഗ്രൂപ്പ് ഓഫ് ആൽഗിയാണ്. 200 ജനേറയോളം ഉണ്ട് ഇതിന്. ആൻഡ് 10,000 സ്പീഷീസ്, അറൌണ്ട് വിച്ച് അബൌട്ട് 92 ജനേറ ആൻഡ് അബൌട്ട് 569 സ്പീഷീസ് ആർ റിപ്പോർട്ടഡ് ഫ്രം ഇന്ത്യ. And these are mostly beautiful microscopic algae due to their structure and sculpting of their walls. അതൊരു പർട്ടിക്കുലർ നേച്ചർ ആണ് ഇതിന്റെ. ആൻഡ് ഫ്രഷ് വാട്ടർ, സലൈൻ വാട്ടർ, ടെറസ്ട്രിയൽ കണ്ടീഷൻസിൽ, സോയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓൾസോ വി ക്യാൻ സീ ദം ആസ് എപ്പിഫൈറ്റ്സ് ഓൾസോ. ആൻഡ് ഓൺ ദി ലീഫ് ഓഫ് certain forest trees also we can see. And these are like autotrophs similar to plants also. Some of the freshwater species, seawater species, soil species, tertiary species, and epiphytes species. When we talk about the plant body, they are usually unicellular organisms. സിംഗിൾ ആയിട്ട് കാണപ്പെടുന്നു. റൗണ്ടഡ് ഷേപ്പ്, ഓവൽ, ഇലോങ്ങേറ്റഡ്, റോഡ് ഷേപ്പ്, ട്രയാങ്കുലർ, അഗ്രിഗേറ്റ് ആയിട്ടാണ് കാണുന്നത്. അഗ്രിഗേറ്റ് ആയിട്ട് കാണുമ്പോഴത്തേക്ക് അവർക്ക് ഒരു കോമൺ ആയിട്ട് ഒരു ജെലാറ്റിനസ് മാട്രിക്സും ഉണ്ടായിരിക്കും. വി കൻ ഓൾസോ സീ എ കൊളോണിയൽ ഫോം ആൻഡ് ബ്രാഞ്ച്ഡ് ഡയറ്റംസ് കൻ ഓൾസോ ബി സീൻ സച്ച് ആസ് ലിഗ്മോഫോറ ഫ്ലാബുലേറ്റ. ഈ എ എന്ന് പറയുന്ന സ്ട്രക്ചർ വിച്ച് ഈസ് ഡയറ്റം വിച്ച് ഈസ് ബ്രാഞ്ച്ഡ് ഡയറ്റംസ്.
We can see diatoms in two forms. One is centric forms and pennate forms. Centric forms is circular in structure, which is radial in symmetry, and pennate diatoms, which is elongated plants. So when we talk about the particular unicellular filamentous and colonial body of this particular diatoms, we can see, we have already told that we can see as two forms, which is centrals and pennates. In both cases, the structure is similar. They may be bilateral or radial in symmetry. Radial in symmetry will be rounded in shape, because എല്ലാ സ്ഥലത്തും നോക്കിയാലും നമുക്ക് ഒരേപോലത്തെ എന്താ പറയുക റേഡിയൽ സിമട്രി ആയിരിക്കും. അതായത് എല്ലാ സ്ഥലത്തു നിന്നും നമ്മൾ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ കൂട്ടി നോക്കിയാൽ സിമിലർ ആയിരിക്കും. ബൈലാറ്ററൽ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് വശം മാത്രം സിമിലർ ആയിരിക്കും, ഏതെങ്കിലും രണ്ട് വശം ഈക്വൽ ആയിരിക്കും. റെക്ടാംഗിൾ എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമട്രിയാണ്. അതുപോലത്തെ റെക്ടാംഗുലർ ആണ് പെന്നേൽസ്, റേഡിയൽ ആണ് സെൻട്രൽസ്. ഇനി സെൽ വാൾ എന്ന് പറയുന്നത് വളരെ റിജിഡ് ആയിട്ടുള്ള സെൽ വാൾ ആയിരിക്കും. വി കോൾ ദി സെൽ വാൾ ഓഫ് ഡയറ്റംസ് കോൾഡ് ഫ്രസ്റ്റ്യൂൾ എന്ന് നമ്മൾ വിളിക്കുന്നു. There are two lids for each cell. നമ്മൾ ഒരു എന്താ പറയുക ഒരു മാച്ച് ബോക്സിന് രണ്ട് ലിഡ് ഉള്ളതുപോലെ ഇവിടെ രണ്ട് ലിഡ് ഉണ്ടായിരിക്കും. അതായിരിക്കും ഇവരുടെ സെൽസ്. രണ്ട് സെൽസുകൾ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്ന പോലെ ഒരൊറ്റ സെല്ല് പോലെയാണ് ഇത് കാണുന്നത്. രണ്ട് ലിഡ്സ് പോലെ നമ്മൾ പറയും, ബോക്സ് വിത്ത് ലിഡ്. അപ്പർ ലിഡിനെ നമ്മൾ എപ്പിത്തീക്ക എന്നും ലോവർ ലിഡിനെ ഹൈപ്പോത്തീക്ക എന്നും പറയുന്നു. സെൽ വാളിൽ വി ക്യാൻ സീ ദാറ്റ് ദ സെൽ വാൾ കോമ്പോസിഷൻ ഈസ് പെക്റ്റിക്, അല്ലെങ്കിൽ സിലീഷ്യസ് സബ്സ്റ്റൻസ് ആയിരിക്കും സെൽ വാൾ എന്ന് പറയുന്നത്. സിലിക്ക ആയിരിക്കും അവരുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ആയിട്ട് ഈ സിലിക്ക ചില കേസസിൽ നമുക്ക് സ്റ്റാർ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ സീലിയ പോലെ അല്ലെങ്കിൽ ഫ്ലജല്ല പോലെ നമുക്ക് ഇവരുടെ ബോഡിയിൽ കാണാൻ പറ്റും. When we talk about the systematic position, class Bacillariophyceae, order Pennates, Spinulariaceae, genus Spinularia. അതിലെ ജീനസ് Spinularia ആണ് നമുക്ക് പഠിക്കാനുള്ളത്, which is നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബൈലാറ്ററൽ സിമട്രി ആണ് കാണുന്നത് Spinulariaയിൽ. So when we talk about the cell structure of diatoms, the cell wall, protoplast ഒക്കെ നല്ല പ്രോമിനന്റ് ആയിട്ടുള്ള സെൽ വാളും പ്രോട്ടോപ്ലാസ്റ്റും ഒക്കെയാണ് ഈ പറയുന്ന പിന്നുലേറിയയ്ക്ക് ഉള്ളത്. ടെറസ്ട്രിയൽ സ്പീഷീസുകളും ഉണ്ട്. നമ്മൾ കൂടുതലും ടെറസ്ട്രിയൽ ആയിട്ടുള്ള പിന്നുലേറിയാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. എന്നാലും പിന്നുലേറിയന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിലിസേഷ്യസ് വാൾ ആയിരിക്കും. ഫ്രസ്റ്റൂൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ലിഡ്സ് ഉണ്ടായിരിക്കും, ടു ഓവർലാപ്പിംഗ് ഹാവ്സ് എന്നാണ് അതിനെ പറയുന്നത്. അതിനെ നമ്മൾ പറയുന്നത് വേറൊരു പേരാണ് തീക്ക. The upper one is called epitheca and the lower one is hypotheca. Both the theca consist of two portions ഉണ്ടായിരിക്കും. ഒന്ന് വാൽവ് എന്ന് പറയുന്നു, നെക്സ്റ്റ് വൺ ഈസ് കണക്ടിംഗ് ബാൻഡ് അല്ലെങ്കിൽ സിംഗുലം എന്ന് പറയുന്നു. Both theca remain fitted together. അതിനെ നമ്മൾ ഗേർഡിൽ എന്ന് പറയുന്നു. രണ്ട് തീക്കകളും കൂടെ ചേർന്നിരിക്കുന്ന ആ നീളത്തിനിരിക്കുന്ന ഭാഗത്തിനെ ഗേർഡിൽ എന്ന് പറയുന്നു. അതേസമയം വാൽവിന്റെ സൈഡിൽ നിന്ന് നോക്കുന്നതിന് വാൽവ് വ്യൂ എന്നും ഗേർഡിലിന്റെ സൈഡിൽ നിന്ന് നോക്കുന്നതിന് ഗേർഡിൽ വ്യൂ എന്നും നമുക്ക് വിളിക്കാം. വാൽവ് വ്യൂ എന്ന് വെച്ചാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള അപ്പർ പോർഷൻ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന വ്യൂവിനെ വാൽവ് വ്യൂ എന്നും, നീളത്തിനുള്ള ഗേർഡിൽ ബാൻഡിന്റെ കണക്ടിംഗ് ബാൻഡുള്ള സെൻട്രൽ നീളത്തിനുള്ള ഇതിനെ നമ്മൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വിളിക്കുന്നത് ഗേർഡിൽ വ്യൂ എന്ന് പറയും. രണ്ട് ഓർഡേഴ്സ് ഉണ്ട്, പെന്നേൽസും സെൻട്രൽസും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതില് പെന്നേൽസിലാണ് ഈ പറയുന്ന പിന്നുലേറിയ വരുന്നത്. ഈ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഗേർഡിലിന്റെ സെന്ററിൽ ഒരു സ്ലിറ്റ് ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് കോൾഡ് റാഫെ. അവിടെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സെൻട്രൽ നോഡ്യൂളും ഉണ്ടായിരിക്കും. രണ്ടറ്റത്തും നമുക്ക് പോളാർ നോഡ്യൂൾസ് കാണാൻ പറ്റും. രണ്ട് പോളിലും പോളാർ നോഡ്യൂൾ, സെന്ററിൽ സെൻട്രൽ നോഡ്യൂൾ. ആ സെൻട്രൽ നോഡ്യൂളിന്റെ അവിടെ ഒരു സ്ലിറ്റ്, ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് കോൾഡ് റാഫെ. ആ ഇലോങ്ങേറ്റഡ് ലൈനിനെയാണ് നമ്മൾ ഗേർഡിൽ എന്ന് വിളിക്കുന്നത്. പോൾസിലിരിക്കുന്ന നീളത്തിനുള്ള ഭാഗത്തിന് നമ്മൾ വാൽവ് എന്ന് വിളിക്കുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ടാബുലേറിയ എന്ന് പറയുന്ന പെന്നേൽസിൽ റാഫെ ഉണ്ടായിരിക്കില്ല. സോ സ്യൂഡോ റാഫെ എന്നാണ് അതിനെ പറയുന്നത്. ഇതാണ് ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ. മേൽവശത്ത് കാണുന്നത് വാൽവ് ആണ്, അതിന് നടുക്ക് കാണുന്ന നീളം ഇലോങ്ങേറ്റഡ് ആയിട്ട് നീളത്തിന് കാണുന്നത് ഗേർഡിലാണ്.
A പിക്ചറിൽ നോക്കിയാൽ നമുക്ക് സെൻട്രൽ നോഡ്യൂൾ കാണാൻ പറ്റും, സ്ലിറ്റ് ആയ റാഫെ കാണാൻ പറ്റും, പോളാർ നോഡ്യൂൾസ് കാണാൻ പറ്റുന്നുണ്ട്, സെൽ വാൾ വിത്ത് സിലിക്ക കാണുന്നുണ്ട്. ഹൈപ്പോത്തീക്ക ആൻഡ് എപ്പിത്തീക്കയാണ് ജോയിൻ ചെയ്തിട്ട് നമുക്ക് വാൽവിലും ഗേർഡിലുമായിട്ട് കാണുന്നത്. When we talk about the protoplast of pinnularina, the entire content present inside the cell wall is the protoplast. Complete protoplast ആയിരിക്കും. സെൽ മെംബ്രെയിനകത്ത് വലിയൊരു വാക്യൂൾ ഉണ്ടായിരിക്കും സൈറ്റോപ്ലാസം ഒക്കെ ആയിട്ട്. സിംഗിൾ ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, ഗോൾജി ബോഡീസ്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഇതെല്ലാം കാണുകയും ചെയ്യും. ക്ലോറോപ്ലാസ്റ്റ് പല ഷേപ്പിൽ കാണപ്പെടും. എച്ച് ഷേപ്പ്, ഡിസ്കോയിഡ്, പൈറിനോയിഡ്സ് ഒക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത്. ക്ലോറോഫിൽ എ, C1, C2, ബീറ്റ കരോട്ടിൻ, ഫ്യൂക്കോസാന്തിൻ ഇതെല്ലാം കാണപ്പെടും. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഡയറ്റോസാന്തിനും ഡയാഡിനോസാന്തിനുമായിരിക്കും. പിന്നെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ക്രൈസോലാമിനാരിൻ ആൻഡ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആണ്. ഗ്ലൈഡിംഗ് മൂവ്മെന്റ്സ് വെച്ചിട്ടാണ് ഇത് ലോക്കോമോഷൻ നടത്തുന്നത്, മൂവ്മെന്റ് നടത്തുന്നത്. 2 to 25 micrometer per second ആണ് മൂവ് ചെയ്യുക. The movement is affected by temperature and light. Reproduction in diatoms. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഡയറ്റംസിൽ കാണുന്നത്. ഡയറ്റം ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ്, ഒരു ആൽഗയാണ്. മാക്ഡൊണാൾഡ് ഫിസർ ലാ എന്ന് പറയുന്ന മാക്ഡൊണാൾഡ് ഫിസർ പറഞ്ഞ ഒരു കാര്യമാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഇത് ആണ് ആക്ച്വലി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു പ്രോസസ്സിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഡയറ്റംസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് യൂഷ്വലി മിഡ് നൈറ്റിലോ ഏർലി മോർണിംഗിലോ ഒക്കെ ആയിരിക്കും റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഡ്യൂറിംഗ് സെൽ ഡിവിഷൻ protoplasm of the cell enlarges. Okay, it increases, the cell increases in volume and slightly separates both the theca. ഒന്ന് എപ്പിത്തീക്കയും ഒന്ന് ഹൈപ്പോത്തീക്കയും സെപ്പറേറ്റ് ആവുന്നു. അതായത് അവിടെ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് നടക്കുന്നത്. Protoplasm undergoes mitotic division and gets separated along the longitudinal axis, and epitheca and hypotheca get separated. But the epitheca and hypotheca of mother cells act as epitheca. ഇപ്പൊ നമ്മൾ രണ്ടായിട്ട് മാറുമ്പോൾ ഒന്ന് എപ്പിത്തീക്കയും ഒന്ന് ഹൈപ്പോത്തീക്കയാണ് മാറുന്നത്. അപ്പം അത് എന്തായി, മദർ സെല്ലിന്റെ രണ്ട് ഭാഗങ്ങളാണ്. പക്ഷെ now we call them as epitheca എന്ന് തന്നെ വിളിക്കത്തുള്ളൂ. പുതുതായിട്ട് അതിനകത്ത് ഉണ്ടാവുന്ന തീക്ക will be hypotheca. New siliceous walls are deposited inside the epitheca. We call them as hypotheca of the daughter cells. And connecting bands are also developed between the theca. Later on, daughter cells get separated. During the cell division, both the theca, which is epitheca and hypotheca of mother cell, behave as epitheca of the daughter cells. We have already told. And similarly, these kind of divisions will be happening in all the പാരന്റ് സെൽസ്. അങ്ങനെ ഓരോ സെൽസ് ഉണ്ടാവുന്നു, ഓരോ സെല്ലിനും അതേപോലെ തന്നെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കണ്ടിന്യൂസ് സെൽ ഡിവിഷൻ ഉണ്ടാവുന്ന സമയത്ത് പാരന്റ് സെല്ല് ഫസ്റ്റ് ഉണ്ടായിരുന്നതിനെക്കാട്ടിയും സൈസ് സ്മോളായി വന്നുകൊണ്ടേയിരിക്കും. Next is the sexual reproduction. Sexual reproduction is a pattern of sexual reproduction differs in both cases, which is pennials and centroids, during which oxospores is formed in both the group. This is a kind of spore which is produced from diatoms. During cell division, those cell becomes reduced in size. ഇങ്ങനെ reduce ചെയ്ത സെൽസിനെ മാത്രമേ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താൻ കഴിയുള്ളൂ. So sex cells or conjugated cells, we call them, through a restorative process, that is reduction of the original size. And when the reduction of original size is reduced or is formed, sexual reproduction happens, and the result of sexual reproduction is the formation of an oxospore. Oxospore is the result of the sexual reproduction, and which in turn give rise to a new diatom cells. And cells which do not decrease in size by cell division do not show sexual reproduction. Here what happens is that two sex cells come close together, pair up longitudinally, and fusion happens. There are different types of oxospore formation in pennials. It takes place through gametic formation, autogamy, and parthenogenesis. First, we will talk about gametic union. Production of one oxospore by two conjugating cells.
This is the process in which two cells come very close together and become covered by mucilaginous sheath. The diploid nucleus of each cell undergoes meiosis. ഓരോ സെല്ലും മിയോട്ടിക് ഡിവിഷൻ നടക്കും. ഓരോന്നും ഡിപ്ലോയിഡ് ആയിരുന്നു. ആ ഡിപ്ലോയിഡ് ആയിട്ടുള്ളതിന് മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ഓരോന്നിനകത്തും 4 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. So 4 in one cell, 4 in another cell. Out of the 4 cells, 3 will degenerate, 1 will survive. The surviving nucleus will be the gametes. അപ്പോൾ ഓരോന്നും ഓരോ ഗാമേറ്റ് ആയി ഫോം ചെയ്യും. The gametes come out from the parent frustules and unite together to form a zygote. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും the rest of the zygote elongates and functions as the oxospore ആയി മാറുകയാണ് ചെയ്യുന്നത്. D നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിക്ചറിൽ D നോക്കിക്കഴിഞ്ഞാൽ we can see that the complete oxospore formation ആണ് കാണുന്നത് സ്റ്റാർട്ടിങ്. പിന്നെ ഇയിലും F ആവുമ്പോഴത്തേക്കും complete formation of an oxospore. An oxospore projects out from the parent frustules along with mucilage and elongates in a plane parallel to the long axis. അവരവിടെ ഇരുന്നത് കൊണ്ട് തന്നെ മെച്ചുർ ആവുകയാണ് ചെയ്യുന്നത്. മ്യൂസിലേജും ഒക്കെ ആയിട്ട് ഒരു ഇലോങ്ങേറ്റഡ് പൊസിഷനിൽ ഇങ്ങനെ നീണ്ടുവരും. എന്നിട്ട് ഈ ഓക്സോസ്പോറിൽ കുറെ പെക്റ്റിക് ഫോർമേഷൻസ് ഉണ്ടാവും. കോൾഡ് ആസ് പെരിസോണിയം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കും. ഓക്സോസ്പോർ അവസാനം ഒരു പുതിയ ഫ്രസ്റ്റ്യൂൾ, ഒരു പുതിയ പ്ലാന്റ് ഷെല്ല് ആയിട്ട് മാറുകയും inside the perigonium thus a new diatom is formed. This is the way in which one oxospore is produced from 2 conjugating cells. Next is the production of 2 oxospore by 2 conjugating cells. 2 cells in നിന്നും 2 oxospore ഉണ്ടാവും. This is a very common process of oxospore formation. In this process, conjugating cells comes very closer and get enclosed by mucilage nucleus, which would be the 2n ആണ് നമ്മളുടെ സെൽ എന്ന് പറയുന്നത്. മിയോട്ടിക് ഡിവിഷൻ അവിടെ നടക്കുകയാണ്. അങ്ങനെ 2 കോൺജുഗേറ്റഡ് സെൽസ് അടുത്ത് വന്ന് എ ബിയില് അവിടെ റിഡക്ഷൻ ഡിവിഷൻ നടന്ന് 4 ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ സെന്ററിൽ ഒരു സെപ്റ്റ ഫോം ചെയ്യും സഡൻലി ആഫ്റ്റർ ദ റിഡക്ഷൻ ഡിവിഷൻ. ഔട്ട് ഓഫ് ദ 4 only 2 will survive in both cells, and one from each on the upper, one from each from the lower act as gametes, male and female ആയിട്ട് ആക്ട് ചെയ്യുന്നു. മെയിൽ എന്നുള്ളത് ഒന്ന് മെയിൽ, ഫീമെയിൽ താഴെ 1 മെയിൽ ആൻഡ് ഫീമെയിൽ അങ്ങനെ ആക്ട് ചെയ്യുന്നു. അവർ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഗാമറ്റിക് ഫ്യൂഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. And these results in the formation of 2 zygotes, and 2 zygotal നിന്നും 2 oxospore formation ഫോം ചെയ്യുന്നു. ആദ്യം ഉണ്ടായതുപോലെ ഓരോന്നും ഒരു ഓക്സോസ്പോർ, അടുത്തതിന് അടുത്ത ഓക്സോസ്പോർ. അങ്ങനെ 2 oxospores are produced from 2 conjugating cells. എക്സാമ്പിൾസ് നോക്കുക. രണ്ടിനും എല്ലാത്തിനും എക്സാമ്പിൾസ് പഠിക്കുക. 1 oxospore by 2 conjugating cells in example Cocconius. Production of 2 oxospore by 2 conjugating cells example Cimbella. Naviculum oxospore formation, naviculum and oxospore formation ആണ് 2 oxospore formations. Next is oxospore formation by 1 cell. 1 cell നിന്നും ഒരു oxospore formation ആണ്. അത് പീഡോഗമി എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ ആണ്. This process of oxospore formation is called pedogamy. In this process, diploid nucleus ആയിട്ടുള്ള ആ vegetative cell undergoes meiosis and form 4 haploid nuclei, out of which 2 partially degenerate. അങ്ങനെ ഒരു 4 ഉണ്ടാവുന്ന നിന്ന് 2 ഡീജനറേറ്റ് ചെയ്യുന്നു, മറ്റത് 2 ഗാമേറ്റുകൾ ഫോം ചെയ്യും. ഒരൊറ്റ സെല്ലിൽ തന്നെ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഉണ്ടാവുന്നതാണ്. അങ്ങനെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന 2 സെൽ ന്യൂക്ലിയസുകൾ അവരെന്തായി മാറുന്നു? ഗാമേറ്റുകളായിട്ട് മാറുന്നു. അങ്ങനെ സിസ്റ്റർ ആയിട്ടുള്ള ഗാമേറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു സൈഗോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് 1 oxospore ബൈ ഓട്ടോഗമി. ഇവിടെ പീഡോഗമിയിൽ നിന്നുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഒരൊറ്റ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നുള്ളൂ. പീഡോഗമിയിൽ 2 മിയോട്ടിക് ഡിവിഷൻ നടന്ന് 4 ന്യൂക്ലിയസ് ആണ് ഫോം ചെയ്യുന്നത്. ഇവിടെ പീഡോഗമിയിലെക്കാളും ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ ഒരൊറ്റ മിയോട്ടിക് ഡിവിഷൻ നടന്ന് 2 ന്യൂക്ലിയേ ഉണ്ടാവുന്നുള്ളൂ. അവര് അവിടെ അകത്തിരുന്നു കൊണ്ട് തന്നെ ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടാവും. ഇതിനെയാണ് ഓട്ടോഗമസ് പെയറിംഗ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടായി ഒരു പുതിയ പ്ലാന്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഓക്സോസ്പോർ ബൈ പാർത്തനോജെനസിസ്, അതായത് അവര് ഫ്യൂഷൻ ഒന്നും നടക്കാതെ തന്നെ
സെപ്പറേറ്റ് ആയിട്ട് രണ്ട് കോൺജുഗേറ്റിംഗ് സെൽസ് അടുത്ത് വരുന്നുണ്ട്, അവർ ചേരുന്നുണ്ട്, പക്ഷെ അവിടെ മിയോട്ടിക് ഡിവിഷൻ ഒന്നും നടക്കുന്നില്ല. ഒരു ന്യൂക്ലിയസ് ഡീജനറേറ്റ് ചെയ്തങ്ങ് പോവുകയും അതിൽ മൈറ്റോട്ടിക് ഡിവിഷൻ മാത്രം നടന്നിട്ടുള്ള ഡീജനറേഷനെ നടക്കുന്നുള്ളൂ, അല്ലാതെ മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നില്ല. അങ്ങനെ റിസൾട്ട് ആവുന്ന ഒരൊറ്റ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് റിമെയിൻ ചെയ്യുകയും അത് ഓക്സോസ്പോർ ആയിട്ട് മാറുകയും ചെയ്യും. ഇനി അടുത്ത് പറയുന്നത് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഊഗ്യാമസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. വേർ ഓവം അല്ലെങ്കിൽ എഗ്ഗും മെയിൽ ആയിട്ടുള്ള ആന്ത്രിഡിയത്തിൽ നിന്നും ഉള്ള മെയിൽ ഗാമേറ്റും ഊഗുണിയത്തിൽ നിന്നുള്ള ഫീമെയിൽ ഗാമേറ്റും തമ്മിലുള്ള ഫ്യൂഷൻ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത്രയും നേരം നമ്മൾ പറയുമ്പോൾ മെയിലൊന്നും ഫീമെയിൽ ഗാമേറ്റ്സുകളോ ക്രിയേറ്റ് ചെയ്യുന്നില്ല, അഡ്വാൻസ്ഡ് ടൈപ്പ് അല്ലായിരുന്നു. അവിടെ ഓക്സോസ്പോർസ് ആണ് ഫോം ചെയ്യുന്നത്. ഇവിടെ ന്യൂക്ലിയസ് ഓഫ് ദ ഫീമെയിൽ സെല്ല് 4 ന്യൂക്ലിയായി ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഊഗോണിയത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ 4 ന്യൂക്ലിയൈ is produced as a result of meiotic division. Out of the 4, 2 degenerates, and out of the 4, 2 will be the functional. In between the one functional and one degenerative, and another functional and another degenerative, a septa is produced. And one functional acts as one egg nucleus, another functional acts as another egg nucleus, out of which the upper functional egg nucleus becomes abortive. അത് ആവശ്യമില്ലാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക. താഴത്തെ ഫങ്ഷണൽ ന്യൂക്ലിയസ് എഗ് ന്യൂക്ലിയസ് മാത്രം അവര് ഫെർട്ടൈൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദേ ആർ റെഡി ഫോർ റീപ്രൊഡക്ഷൻ. ഇനി ആന്ത്രിഡിയത്തിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു സെല്ലായിരിക്കും ആന്ത്രിഡിയമായിട്ട് ഫങ്ഷൻ ചെയ്യുക. അവിടെയും ഇതുപോലെ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 4 ന്യൂക്ലിയായി ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദ പ്രോട്ടോപ്ലാസ്റ്റ് ഡിവൈഡ്സ് ഓൾസോ 2 പാർട്ടായിട്ട് ഇത് മാറുന്നുണ്ട്. ഒരു പാർട്ട് മാക്രോ, ഒരു പാർട്ട് മൈക്രോ ആയി മാറുന്നുണ്ട്. അങ്ങനെ 2 മൈക്രോ ഗമേറ്റ്സുകളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. 2 ന്യൂക്ലിയായി, അതിൽ 1 ഫങ്ഷണൽ, 1 നോൺ ഫങ്ഷണൽ. അങ്ങനെ റിഡക്ഷൻ ഡിവിഷൻ ഒരൊറ്റ ന്യൂക്ലിയസ് നടന്നിട്ട് 4 ന്യൂക്ലിയായി, പകുതി പ്രോട്ടോപ്ലാസം ഡിവിഷൻ നടന്ന് 2 മൈക്രോ ഗമേറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു മൈക്രോ ഗമേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ കാണും. ഓരോന്നും മെറ്റമോർഫോസിസ് ടുഗദർ ടു ഫോം എ സിംഗിൾ നോൺ ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള മെയിൽ ഗമേറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യും. ഇവര് ഊഗോണിയത്തിലോട്ട് ചെല്ലുകയും അവര് സൈഗോട്ട് ആയിട്ട് മാറുകയും ചെയ്യുന്നു ആഫ്റ്റർ ദ ഫ്യൂഷൻ. സോ സൈഗോട്ട് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഓക്സോസ്പോർ. ഇവിടെയാണ് oogamous reproduction നടക്കുന്നത്. So when we talk about the cell cycle of Pinnularina, we can see that the plant is diploid through mitosis and through meiosis. Gametes are produced and fusion happens and zygote is produced and oxospore is produced. So here it is a diplodic life cycle. Thank you.